അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിന്റെ അകത്ത് ഒരിക്കൽ കൂടെ കടന്നു വരുന്ന ദൈവം എന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ രാത്രി ഉപവാസത്തിന്റെ രണ്ടാമത് രാത്രിയാണെന്ന് തോന്നുന്നു എനിക്ക്. രണ്ടാമത്തെ ഈ ദിവസം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. ദൈവം അങ്ങനെ ഒരു മെസ്സേജിനെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെയധികം പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കുക. ഓരോ ഉപവാസ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും ഓരോ പ്രയറുകൾ കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി മേലാലും അവൻ നമ്മെ നടത്തും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ ചില ദൂതന്റെ സാന്നിധ്യങ്ങൾ, ദൂതന്മാരുടെ ഇടപെടലുകൾ ഇന്ന് രാത്രി നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഉണ്ടാകാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക. 2-3 മിനിറ്റുകൾ നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകം എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി കുടുംബം പൈതങ്ങളെല്ലാം യേശുവിൻ നാമത്തിൽ ഞാൻ അവരെ ബ്ലെസ് ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. 2-3 മിനിറ്റ് നമ്മൾ അന്യഭാഷകൾ പ്രാർത്ഥന ശേഷം നമ്മൾ ശുശ്രൂഷയിലേക്ക് കടക്കും. ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷയുള്ളവർ എല്ലാവരും അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ അമിത ബലം നമ്മുടെ മേൽ പകരണം. വ്യക്തിപരമായ വചനത്തിന്റെ അകത്തുകൂടെയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. എല്ലാ ബോണ്ടേജുകളും ഇന്ന് രാത്രി പൊട്ടി മാറട്ടെ. എല്ലാ ബോണ്ടേജുകളും ഉറകൽ കരക തുരകലകടക തുടബരഹംദ ലെബ്രഹസാന റീബ്ലോറിയ ശസ ലിബ്രതലായ അൽബ്രദലി കപാരക ദുരികടക സീഖാരബ ലെബ്രതന റഗൽ കടക സീബോറോറ്റോ റോസികൾ കടക ദുടകം അൽബ്രബലേ കബരിഹാദികൾ കദനിയ സാചനം അസ്തരം ധുരികേജം കരകേരി കലകേരി അൽബ്രബലി ഖമോന ശബ്രിജേലി ഫാരഹസാന അസ്താറോ ലിബറായ് ചല അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. റെബ്ലറികദ സ്കൈൻ ബ്രൈസലയബ സ്മോർഫിലിയർ തസ്ക എൽബ്രയാഖ സേറ്റോ ലൊറോബൈ സേഫ നൗർഥലിമ ഷമോ സൈൻതല റീധനാസാനി അസ്തേരലി കമോറിയൽ കാദി കടരയതി ഗച്ഛസ്യ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് എതിരായിട്ടിരിക്കുന്ന സകല ബൗണ്ടറികളും ഇന്ന് രാത്രി പൊട്ടി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് അവർ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ, ചില നന്മയുടെ വഴികൾ, ചില ഓപ്പണിങ്ങുകൾ ഉണ്ടാകട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ചിലതിനെ കർത്താവ് ബൗണ്ടറികളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. യെസ് നിനക്ക് എതിരേറ്റിരിക്കുന്ന ബൗണ്ടറിക്കകത്ത് നിന്ന് ദൈവം നിന്നെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ അകത്ത് പരിശുദ്ധിയാൻ അവന്റെ നിറവ് എത്ര മാത്രം വെളിപ്പെടുമോ, എത്ര മാത്രം നിന്റെ അകത്ത് പരിശുദ്ധിയാത്മ വെളിപ്പെടുമോ, അതിനനുസരിച്ച് നിന്റെ ബൗണ്ടറികളെ പൊട്ടിക്കുന്ന അഭിഷേകം, നിന്റെ ബൗണ്ടറികൾ പൊളിയുന്നു. നിന്റെ രോഗത്തിന്റെ ബൗണ്ടറികൾ പൊളിയുകയാണ്. കടബാധ്യതകളുടെ ബൗണ്ടറികൾ പൊളിയുകയാണ്. കഷ്ടതയുടെ ബൗണ്ടറികൾ പൊളിയുകയാണ്. അസമാധാനത്തിന്റെ ബൗണ്ടറികൾ പരിശുദ്ധിയാത്മാവ് ഇന്ന് രാത്രി ഇറങ്ങുന്ന മീറ്റിംഗ് ആയി ഇതിനെ തീർക്കുന്നു. ഉടകരകടകസി സാമ്പത്തിക ബാധ്യതകളുടെ ബൗണ്ടറികൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉടകബര ധിരകലബ ജുഡലഗദ രകബനഗ ലിഗദരഗടകസി നന്ദി. ഇപ്പോൾ കമനഘടകസി ബൗണ്ടറികൾ പൊളിയുന്നു. ചിലതിന്റെ ബൗണ്ടറികൾ ഇന്ന് രാത്രി വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ചിലതിന്റെ ബൗണ്ടറികൾ പൊളിയുന്നു. പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ വിടുതലുകൾ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. മറ്റൊരാൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. ആ വിടുതൽ നിങ്ങളിലേക്ക്, ആ സാന്നിധ്യം നിങ്ങളിലേക്ക്. ചിലത് ഉണ്ടായി വരട്ടെ. ഒരു പരിധി കഴിഞ്ഞ് അടുത്ത പരിധിയിലേക്ക് കയറാൻ കഴിയാതെ വണ്ണം നിന്നെ പരിധിക്കകത്തിട്ട ലോക്കിട്ടത് പൊളിയടെ.
ഓ, ഇന്ന് രാത്രി ചിലതിന്റെ മേൽ അത് പൊളിയുകയാണ്. ഈ രണ്ടാമത്തെ രാത്രി ദൈവാത്മാവ് പറയുന്നു, ചിലതിന്റെ ബൗണ്ടറികളെ പൊളിക്കുന്ന രാത്രിയാണ്. ചിലതിന്റെ ബൗണ്ടറികൾ പൊളിച്ച് നിങ്ങൾ പുറത്തിറങ്ങാൻ പോകുകയാണ്. ഓ, ചില പ്രത്യേക മേഖലയ്ക്കകത്ത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആമനിട്ട് ഓ, ചർച്ചുകളെ ഫ്ലറിഷ് ആകട്ടെ. പ്രാർത്ഥിച്ചാട്ടെ അന്യഭാഷയിൽ, അന്യഭാഷ ലേ ബ്രക്കബല ബലഘടക സിയൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു കാര്യം, ഞാൻ ഇത്രയും ദിവസം ഇതിനകത്ത് സൂം മീറ്റിംഗ് എടുത്തിട്ടും എന്താ അനുഭവപ്പെടാത്ത പൈശാചിക മേഖലയ്ക്കകത്തുനിന്നും ഒരു എന്തുവാ വാദം ദൈവാത്മാവിനെ കാണിക്കുന്നു. ഞാൻ ബൗണ്ടറികൾ എന്ന് പറയുമ്പോൾ എന്റെ തൊണ്ടയ്ക്കകത്ത് ഇങ്ങനെ കുരുക്കിട്ടതുപോലെ ഒരു സംഭവം. ഇതിനകത്തിരിക്കുന്ന ചിലര് ആമേൻ ശത്രുവിനെതിരെ നിങ്ങളുടെ അധരങ്ങളെ തുറക്കുമ്പോൾ ആമേൻ നിങ്ങളുടെ തൊണ്ട ഇതുമാതിരി കുരുക്കുന്ന അനുഭവങ്ങളുള്ള ചില മേഖലകളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ചിലതിനെ പൊട്ടിക്കാൻ പോവാതെ പൈശാചിക മേഖലയ്ക്കകത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ എന്തുവാ നമ്മൾ അല്ലാതെ പേഴ്സണലി പ്രാർത്ഥിക്കട്ടെ, ആ സമയത്ത് നമ്മുടെ തൊണ്ടയ്ക്ക് കുരുക്കിടുന്ന ഒരു പോര്, കുരുക്കി ചുമച്ച് അങ്ങനെ ഒരു സംഭവം ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നിങ്ങൾ മടിക്കാതെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ മിനിസ്ട്രിക്കകത്താകട്ടെ, നിങ്ങളുടെ ലൈഫിനകത്താകട്ടെ, ഇതൊരു ബ്രേക്ക് ത്രൂ ആണ്. എനിക്കത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് ചിലതിനെ പൊളിക്കാൻ പോവാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കര ഉയർന്നിരിക്കട്ടെ. ചിലതിന്റെ കരങ്ങൾ ഉയർന്നു കാണുന്നു ഞാന്. ജെസ്സി സിസ്റ്റർ, എലിസമ്മ ആന്റി, ലിച്ചു എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, ഒത്തിരി പേര് കരങ്ങൾ ഉയർത്തിയിട്ടുണ്ടല്ലോ. ശോഭ ബോവസ്, ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുക. കരം ഉയർന്നു തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്കെതിരായി വാദിക്കുന്ന നിങ്ങളെ പൊതുവില് പരിശുദ്ധി ആത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാര്യം, റാഷബ ലിച്ചു ആ സിസ്റ്ററിനോട് പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, പൈശാചിക മണ്ഡലത്തിനോട് നിനക്ക് വലിയ അധികാരം നിന്റെ മേലുണ്ട്. പക്ഷെ പല സമയങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാ വിഷയങ്ങളും ഇല്ല, പക്ഷെ ചില ആമേൻ മേജർ ആയിട്ടുള്ള ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തൊണ്ടയെ കുരുക്കി ചുമ പോലെ വന്ന്, പക്ഷെ പ്രാർത്ഥന കഴിയുമ്പോ നീ അത് ഓക്കെയാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ കയറി ഈ ഒരു എന്തുവാ സബ്ജക്റ്റിലേക്ക് കാൽ ചുവടുകളെ വെക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ടയെ കുരുക്കി ഒരു കാരണവശാലും പ്രാർത്ഥിക്കാൻ കഴിയണം. ശ്വാസത്തെ, ബ്രീത്തിങ്ങിനെ പോലും അടക്കി ഭരിക്കുന്ന ചില പൈശാചിക ഏരിയകൾ ഇന്ന് രാത്രി തകരുകയാണ്. നിന്റെ കുടുംബത്തിന്റെ അകത്ത് അസമാധാനത്തെ കൊണ്ടിടുന്ന ചില ശാപങ്ങൾ ഇന്ന് രാത്രി അഴിയുന്നു. വിചാരിക്കാതെ കയറി വരുന്ന, ഒരിക്കലും വിചാരിക്കത്തില്ല, എന്നാൽ വിചാരിക്കാതെ ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്ന ചില ശാപശക്തികൾ ഇന്ന് പകൽ പരിശുദ്ധ രാത്രി അഴിക്കുന്ന നിന്റെ മേൽ ഒരു വലിയ നിയോഗം എന്നാൽ അതിലോട്ട് തലമുറകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ലോക്കുകളെ ദൈവാത്മാവ് ദൂതന്മാരുടെ ഒരു വലിയ സംരക്ഷണം, ദൂതന്മാരുടെ പ്രാർത്ഥിച്ചു നിന്റെ മേൽ ഒരു വലിയ ശുശ്രൂഷ ഇന്ന് രാത്രി പകരുകയാണ്. സാമ്പത്തിക മേഖലയ്ക്കകത്തുള്ള അടിത്തറ എന്നൊരു വാക്ക് ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇനി ഇളകാൻ ഒന്നുമില്ല. അടിത്തറ ഇളകുന്ന അനുഭവത്തിൽ സാമ്പത്തിക മേഖലയ്ക്കകത്ത് കുരുങ്ങിയിരിക്കുന്ന ചില മേഖലകളെ പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ആ ബോണ്ടേജുകളെ അടിച്ച് ചില ദൈവപ്രവൃത്തികൾ നിനക്ക് വേണ്ടി ദൈവാത്മ ആഗ്രഹിക്കുന്ന സിസ്റ്റർ പോയായിരുന്നോ? ലൈൻ കട്ടായി തോന്നുന്നു. എനിക്ക് തിരിച്ചു ഓ റബ ഷറബ ഹന്താര
ലേബ്ര ധിര ഗദ രഗദ രഗ ലഗദ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഓ റബ ബബ Lebra hazibo roshetela rakada liborama hazidana regel kadagasi lebra di zagadareli karadeli lebra kali gadaragadagasi ആ ലിച്ചു എന്ന് പറഞ്ഞ സിസ്റ്റർ വന്നായിരുന്നോ? കട്ടായി പോയി, കയറാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു. ഉണ്ടോ? എവിടെ? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ സ്പോട്ട്ലൈറ്റ് ഇട്ട് തരാം. ഓക്കെ സിസ്റ്റർ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പറയും, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിന്ന് ഫോളോ ചെയ്യുന്ന ചില ശാപശക്തികളെ, പ്രത്യേകം നിങ്ങളുടെ ഉദരം ദൈവാത്മാവിനെ കാണിക്കുന്നു, വയറിന്റെ ഭാഗം ദൈവാത്മാവിനെ കാണിക്കുന്നു, നിങ്ങളുടെ ഉദരത്തിന്റെ അകത്ത് ഒരു സൗഖ്യം നടക്കുന്നതായിട്ട് ദൈവാത്മാവിനെ കാണിക്കുന്നു. അല്ലെങ്കിൽ കൈവച്ചോ, പ്രാർത്ഥിച്ചോ. ചില ലോക്കുകൾ, ചില ബോണ്ടേജുകൾ അഴിയുക. അത് ചില ക്വസ്റ്റ്യൻ മാർക്കുമായിട്ടാണ് ഈ മീറ്റിങ്ങിനകത്ത് ആദ്യമായിട്ട് കയറുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പുതുമുഖമാണ്. ക്വസ്റ്റ്യൻ മാർക്കോടെ ചില പുതുമുഖമാണോ? ആദ്യമായിട്ട് ജോയിൻ ചെയ്യുക. നെറ്റ് കട്ടായി പോവുക. അതെ പോന്നെ ചർച്ചിൽ എവിടെ പോന്നെ? ചർച്ചിലാ പോകുന്നേന്ന്. ചർച്ചിലാ പോകുന്നേ? മ്യൂട്ട് മാറ്റിട്ടെ. കേട്ടൂടാ, ഒന്നുകൂടെ പറയാവോ? മ്യൂട്ട് മാറ്റിട്ടെ. ഓർത്തഡോക്സുകാരിയാ. ഓക്കെ, കുഴപ്പമില്ല. കർത്താവ് പൊക്കാൻ പോവാ നിങ്ങളെ. കർത്താവ് നിങ്ങളെ പൊക്കാൻ പോവാണ്. ഇന്ന് എന്തുവാ, വളരെ യാദൃശികമായിട്ടാണ് നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് കയറിയത്. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാര്യം, ഞാൻ പറയുന്ന കേൾക്കാവോ? എല്ലാവർക്കും കേൾക്കാവോ? നെറ്റ് അപ്പഴപ്പോഴാണ് കട്ട് ആവുന്നുണ്ടോ? കേൾക്കാം സിസ്റ്ററെ, കേൾക്കാം. ഓക്കെ സിസ്റ്റർ പ്രാർത്ഥിച്ചോണം. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നു, ആമേൻ, നിങ്ങളുടെ ചില ബോണ്ടേജുകളെ ദൈവം പൊട്ടിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു ശുശ്രൂഷക്കാരത്തിയാണ്. ദൈവം നാളെ ചിലത് കഴിയുമ്പോൾ ദൈവം അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. തലമുറകളുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിടുതലുകളെ ദൈവാത്മാവ് ചെയ്യുന്നു. ഈ തൊണ്ട കൊരുക്കുന്നത് പോലെ ഒരു അനുഭവം, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി എടുത്തു മാറ്റുന്നു. ഫിനാൻഷ്യലി ഉള്ള ലോക്കുകളെ ദൈവാത്മാവ് അഴിക്കുന്നു. കാലങ്ങൾ ചിലത് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ വലിച്ച് പുറത്തെടുക്കുന്നു. ചില യോർദാന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്തുണ്ട്. ആമേൻ, റൽബക്കമൻ, ആരോടും പറയാൻ കഴിയാതെ മനസ്സിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വേദനകൾ, ആമേൻ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നവരുണ്ട്. യെസ് തുടങ്ങുന്ന അക്ഷരം. എന്റെ ഹസ്ബൻഡിന്റെ പേര് എസ്സിലാ തുടങ്ങുന്നത്. പേരെന്തുവാ സിസ്റ്ററെ? എനിക്ക് ക്ലിയർ ആയിട്ട് കേട്ടില്ല. ഷിജു എന്നാ പേര്. ക്ലിയർ ആയിട്ട് കേട്ടില്ല. ഷിജു എന്ന പേര്. ഞാൻ ഒരു കാര്യം, ഞാൻ എയർപോർട്ട് മാറ്റാം. ഇപ്പൊ കേക്കാവോ എന്റെ സൗണ്ട്? ഇപ്പം കേക്കാവോ എന്റെ സൗണ്ട്? കേക്കാം. ഓക്കെ, ഷിജു. പരിശുദ്ധാത്മാവ് എന്നെ കാണി, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തുനിന്ന് ഒരു യെസ് ഇങ്ങനെ പൊങ്ങി വരുക. അന്നേരം ദൈവാത്മാവിന് പറഞ്ഞു, യെസ്സിൽ തുടങ്ങുന്ന പേരുമായി ബന്ധപ്പെട്ട വ്യക്തിയെ പരിശുദ്ധ ആത്മാവ് തൊടാൻ പോവാണ്. പ്രത്യേക ഈ ആരാധനകളോട് ചിലപ്പോ വലിയ അല്ല സിസ്റ്റർ, എസ്സി തുടങ്ങുന്ന എന്റെ മക്കളുടെ പേര് എസ്സി തുടങ്ങുന്നുണ്ട്. ചിലപ്പോ പറഞ്ഞോ. എന്റെ മക്കളുടെ പേരും എസ്സി തുടങ്ങുന്നതാ. അപ്പൊ എല്ലാരും എസ് എയിൽ തുടങ്ങുന്നാരാ? എസ് എ. എന്റെ മക്കളുടെ പേര് എസ് എയിലാ തുടങ്ങുന്നത്. ഷെബിനും ഷാലിനും മക്കളുടെ, ഷാലിനും ഷെബിനും എന്ന മക്കളുടെ പേര്. അപ്പൊ ഷായില് ഷാൻ, രണ്ടാമത്തെ ആളാണോ ഈ ഷാനോ? ഷാർലിൻ. ഓക്കെ. ഇപ്പം കർത്താവിനെ കാണിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് ഒരു യെസ് പൊങ്ങി വരുക. അപ്പൊ 3 പേരും യെസ്സിൽ തുടങ്ങുന്ന ആൾക്കാരാ. 3 പേരും യെസ്സിൽ തുടങ്ങുന്ന ആൾക്കാരാ. അപ്പൊ അതിനർത്ഥം നിങ്ങളെ കുടുംബമായിട്ട് ദൈവം വലയിട്ട് പിടിച്ച് ഇങ്ങ് പുറത്തോട്ട് എടുക്കാൻ പോവാണ്. ആമേൻ. ഉള്ളിനകത്ത്, സിസ്റ്ററിന്റെ ഉള്ളിനകത്ത്
അകത്ത് ഒരു തീ ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഒരു തീ ഉണ്ട്. പക്ഷെ പൊട്ടി പുറത്തു വരാൻ കഴിയാതെ ഒത്തിരി ഭാഗങ്ങൾക്കകത്ത് ഇങ്ങനെ ഞെരുങ്ങുന്നുണ്ട്. അതില് SHA ആ പയ്യൻ, അവന്റെ പേര് ഷാഹിലോ, ഒന്നോട് പറയാവോ? ഇളയ കുഞ്ഞാണോ അവൻ? മോന്റെ പേര് മ്യൂട്ട് ഷെബിൻ എന്നും മോടെ മ്യൂട്ട് പേര് മാറ്റിയിട്ട്. മോടെ പേര് ആ ഇളയ കൊച്ചിന്റെ ഷാഹിൽ. ഇളയ കൊച്ചിന്റെ പേര് ഷെബിൻ എന്നാ. എ ഉള്ള ആരാ? എസിനകത്ത് എ ഉള്ളതാരാ? മൂത്ത മോടെ പേരാ SHA. ഷാലി. ഓക്കെ, ഞാൻ പരിശുദ്ധാത്മാവ് എന്നെ കണ്ടു. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, നിങ്ങളെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ യെസ് ഇങ്ങനെ പൊങ്ങി വരുന്നു. അതിനർത്ഥം പേരുടെയും പേര് തുടങ്ങുന്നത് എസിലാണ്. അതിനകത്ത് മൂത്ത ആള്, അതായത് എയുടെ അംശമുള്ള ആള്, അതായത് SHA, ആ കുഞ്ഞിന്റെ മേലെ ഭയങ്കരമായിട്ടുള്ള ഒരു ദൈവകൃപ, യേശുവിന്റെ നാമത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ആ കുഞ്ഞിന്റെ ലൈഫിന്റെ അകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ദൈവം ഒരു പൂർണ്ണത വരുത്താൻ പോവാ. ഹല്ലേലൂയ. ഒരു പൂർണ്ണത വരുത്താൻ പോവാ. എന്തിനാ പഠിക്കുന്നേ? ആ കൊച്ചു പഠിക്കുവാണോ? മോള് ഇനി 9-ലോട്ടാ. 9-ലോട്ട്. പ്രത്യേകം അവളുടെ എഡ്യൂക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവൾക്ക് എന്തുവാ, ഭയങ്കര പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു കാര്യം, കൃത്യമായിട്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്തൊരു അനുഭവം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. മീൻസ് കഴിഞ്ഞ കാലങ്ങളിൽ 7ഉം 8ഉം ആ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഒരു അറ്റൻഡൻസ് ലഭിക്കാതെ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നു, ഇങ്ങനെ ഒരു ബ്രേക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്നതായിട്ട്. പരിശുദ്ധ ആത്മാവ് അങ്ങനെയാണോ? അതെ സിസ്റ്ററെ, എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് മരിച്ചു പോയതാ. ഇവരുടെ പപ്പ മരിച്ചു പോയതാ. പറഞ്ഞോ. പപ്പാടെ പേര് ഷൈബി എന്നായിരുന്നു. മകൾ 2024 ഹസ്ബൻഡ് മരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞാണ് ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് ഷിബുവിനെ. ഓക്കെ, ആണല്ലോ, മയം വെളിപ്പെട്ടത്. ഇപ്പൊ ഈ മൂത്ത മോളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 9ാമത്തെ സ്റ്റാൻഡേർഡ് മുതൽ ഇനി അവള് ഹാജര് മുടങ്ങത്തില്ല. ദൈവം അവളെ മാനിക്കാൻ പോവാ. പക്ഷെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. 9, 10 സ്റ്റാൻഡേർഡ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. അവളുടെ എഡ്യൂക്കേഷന്റെ അകത്ത് ദൈവം ഒരു വലിയ മിറക്കിൾ അവൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ രാജ്യങ്ങളുടെ വഴികളൊക്കെ ദൈവം അവൾക്ക് തുറക്കാൻ ആഗ്രഹിക്കും. എബ്രോഡിന്റെ വഴികളൊക്കെ ദൈവം തുടർന്ന് അവളെ എഡ്യൂക്കേഷന് ശേഷം കർത്താവ് അവളെ കൂടി ചേക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ദിവസങ്ങളില് ദൈവം എന്തെന്ന് ദൈവം ആരെന്നും ദൈവം എന്തെന്നും ഈ ദിവസങ്ങൾ നിങ്ങളെ കുടുംബത്തിനകത്ത് ചിലത് വെളിപ്പെട്ട് വരും. അസമാധാനങ്ങൾ പ്രത്യേക ദൈവന്മാരെ കാണിക്കുന്നു. ചില അസമാധാനത്തിന്റെ സിംറ്റംസിനെ ദൈവം എടുത്ത് ദൂരെ എറിയാൻ പോവാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഒരു അത്ഭുത വിഷയമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു അത്ഭുത വിഷയമാക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കുടുംബത്തിന്റെ അകത്തുള്ള ചില നിന്നയുടെ ഘടകങ്ങളെ ദൈവാത്മാവ് എടുത്തു മാറ്റാൻ പോകണം. ബാക്കി കൈയുയർത്തിയവരെല്ലാം ഇങ്ങനെ തന്നെ ഉയർന്നിരുന്നാട്ടെ. നിങ്ങളുടെ തൊണ്ടയെ കുരുക്കുന്ന തൊണ്ടയെ കുരുക്കുന്ന ചില ലോക്കുകളെ, ബോണ്ടേജുകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് അഴിഞ്ഞു മാറുക. അടകലഘടക ശാന്തലറകൽ ഘടകസിയ കണ്ണുനീരിനെ അലിച്ച് സിസ്റ്റർ എഴുതി കുറിച്ചിട്ട് നിങ്ങളുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾക്കകത്ത് സ്തുതി എന്ന മേലാട ദൈവം ഇടാൻ സമയമായി ശക്തമായി പ്രാർത്ഥിക്കുക. ആമേൻ. യേശു എന്തെന്നും ആരെന്നും കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു. ചില ദിവസങ്ങൾ നിന്റെ റൂമിനകത്ത് യേശു കർത്താവ് ഇറങ്ങി വരുന്ന
അനുഭവങ്ങൾ നിന്റെ ലൈഫിൽ ഉണ്ടായി, കർത്താവ് നിന്നെ വലിച്ചു പുറത്തെടുക്കും. കുടുംബമായി നിന്നെ വലിച്ചു പുറത്തെടുക്കുന്ന ചില മേഖലകളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. അടകലഘടകശസിയ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിലനിൽക്കുവാൻ ആഗ്രഹിക്കുക, പിശാച് ആഗ്രഹിക്കുന്ന ചില അനർത്ഥങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മ ഒഴിവാക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബത്തിന്റെ അകത്ത് ആളെണ്ണത്തിന്റെ ഘടകശസിയ ദൈവത്തിന്റെ അതിന്റെ അകത്ത് എസ് തുടങ്ങുന്ന 3 പേർ ലബ്രഖമനഘടകസിയ തൊണ്ടയെ കുരുക്കുന്ന ചില ബോണ്ടേജുകളെ പരിശുദ്ധാത്മാവിന്റെ രഥലറബലഘടകസിയ ചിലര് ഇന്ന് യോർദാൻ കടക്കുകയാണ്. യോർദാനെ കടക്കുന്ന അഭിഷേകം, യോർദാനെ കടക്കുന്ന അഭിഷേകം. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ലബ്രദി ഹസനി എൽഖദനി. എന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. എന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ഒരു തിരിവ് ചെയ്യാൻ പോകുന്നു. എന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു മാറ്റം ചെയ്യാൻ പോകുന്നെന്ന് എത്ര പേർ വിശ്വസിച്ച് പ്രാർത്ഥിക്കും? ഇന്ന് രാത്രി അങ്ങനെ ഉള്ളവിടമേ ശക്തമായ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുകയാണ്. അന്യഭാഷയിൽ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം വ്യാപരിക്കുകയാണ്. നിന്നെ ഒതുക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിന്നെ തകർക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ആത്മമണ്ഡലത്തെ തിരിച്ചറിയുന്ന പ്രാർത്ഥിക്കുന്ന നിന്നെ തൊടാൻ, ആത്മമണ്ഡലം തിരിച്ചറിയുന്ന നിന്നെ തൊടാൻ ഒരു പൈശാചിക ശക്തികൾക്കും ദൈവാത്മാവിനെ കാണിക്കുന്ന മദ്യപാനത്തിന്റെ സ്പിരിറ്റുകൾ ഭവനങ്ങൾക്ക് അകത്ത് നിന്ന് അഴിയുന്നു. മദ്യപാനത്തിന്റെ സ്പിരിറ്റുകൾ എനിക്കറിയത്തില്ല ആരുടെയൊക്കെ വീടുകളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിയുന്നു. അഴിയുന്നു. പ്രാർത്ഥിച്ചോളാം കേട്ടോ. മദ്യപാനത്താൽ അഡിക്റ്റായി കിടക്കുന്ന ചില ഭവനങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മ പറയുന്നു. അതിന്റെ സ്പിരിറ്റുകൾ, വാറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്പിരിറ്റുകൾ അഴിയുന്നു. അത് മുഖാന്തരം ലൈഫിന്റെ അകത്ത് സ്വസ്ഥതകളെ കെടുത്തി, കുടുംബ ജീവിതത്തിന്റെ സമാധാനത്തെ കെടുത്തി, തലമുറ ജീവിതത്തിന്റെ സമാധാനത്തെ കിടത്തി അഴിയുകയാണിപ്പോൾ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരികയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഈ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ തന്ന വിടുതലിനായി സംസാരിച്ച ദൈവിക ദൂതുകൾക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ആമേൻ. എന്തോ ഒരു വലിയ പൈശാചിക ശക്തി ഇന്ന് രാത്രി തകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ മീറ്റിങ്ങുകളും ചെയ്യുന്നത് പോലെ അല്ലെ, ഈ മീറ്റിംഗിന്റെ അകത്ത് ശക്തമായ രീതിയിൽ പൈശാചിക വെല്ലുവിളികൾ ഓരോ 4 ദിക്കുകളിൽ നിന്നും ദിക്കുകൾ മാറി ഒരു ദിക്ക് അടയുമ്പോൾ അടുത്ത ദിക്കിനകത്ത് ഉയരുന്നു, അടുത്ത ദിക്ക് അടയുമ്പോൾ മറ്റേ ദിക്കിനകത്ത് തുറന്നു. എന്നാൽ ഇന്ന് രാത്രി 4 ദിക്കുകളെ ഉടയവൻ, ദിക്കുകളെ നിർമ്മിച്ചവൻ, ദിക്കിന്റെ ദാതാവ്, ദിക്കുകൾക്കകത്തുനിന്ന് ഉയരുന്ന ചില പൈശാചിക ഏരിയകൾ മിനിസ്ട്രിക്ക് എതിരായി ഉയരുന്നത്, ജീവിതത്തിന്റെ എതിരായി ഉയരുന്നത് ഇന്ന് രാത്രി അതിന്റെ അഴിയപ്പെട്ടിരിക്കുകയാണ്. ഏകത്തിൽ നിങ്ങൾ കേവലം ഒരു ജസ്റ്റ് ഒരു മീറ്റിംഗിനകത്ത് ചില പുതപ്പുകൾ വീഴും. ഹല്ലേലൂയ. ചില കൈമാറ്റങ്ങൾ നടക്കും. ദൂതുകളിലുപരി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുന്നത് അധികാര കൈമാറ്റം എന്ന് പരിശുദ്ധാത്മ പറയുന്നു. അധികാര കൈമാറ്റം. ദൂതുകൾ കേട്ടിരിക്കാനല്ല, നിന്റെ ലൈഫിന്റെ അകത്ത് ഉയർന്നു നിൽക്കുന്ന ചിലതിനെ അടിച്ചൊതുക്കുവാൻ നിന്റെ അകത്ത് അധികാരങ്ങളെ പകരുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. നീയാണ് അധികാരി, ദേശത്തിന്റെ അധിപതി നീയാണ്, മറ്റൊരു ശക്തിയല്ല. നിന്റെ നീയാണെന്ന്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വരുന്ന ശബ്ദത്തിനനുസരിച്ച്, നിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കിന്റെ അധികാരത്തിൽ ചിലത് നിനക്ക് മുൻപേ മുട്ടുമടക്കാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ അധികാര കൈമാറ്റങ്ങൾ
ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 വിട്ട് മടങ്ങി. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. അവൻ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആമേൻ. നിന്റെ മുന്നേ നിൽക്കുന്ന യോർദാനെ നിനക്ക് കടക്കാൻ കഴിയണമെങ്കിൽ നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അതിനെ അവൻ ഉന്മൂലനം ചെയ്യാൻ മറ്റൊരു പ്രവാചകൻ നിനക്ക് വേണ്ടി വരത്തില്ല. ഹലോ, ഹല്ലേലൂയ. നീ മറ്റൊരു പ്രവാചകന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നീ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചവിട്ടി പൊട്ടിക്കുവാൻ, നിന്റെ മുന്നേ നിൽക്കുന്ന യോർദാനെ മറികടക്കുവാൻ ദൈവം നിന്റെ മേല കുഞ്ഞെ ആമേൻ പരിശുദ്ധാത്മാവിനെ പകരാൻ പോകുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നു, ആരാണ് പരിശുദ്ധാത്മാവിൽ നിറയുന്നത്? ആരാണ് പരിശുദ്ധാത്മാവിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നത്? അവന്റെ മുന്നിലാണ് യോർദാൻ രണ്ടായി മാറുന്നത്. യേശുവിന്റെ അവൻ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് ആമേൻ ആ കാലയളവിൽ പിശാച് പരീക്ഷിച്ച ആമേൻ ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അവിടെ പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. നിന്റെ മുന്നേ നിൽക്കുന്ന യോർദാനെ നിനക്ക് ആമേൻ മറികടക്കുവാൻ കഴിയണമെങ്കിൽ, ബൈബിളിന്റെ അകത്ത് യോർദാന് വളരെയധികം അർത്ഥങ്ങളുണ്ട്. ആമേൻ. അതിനകത്ത് ഒരർത്ഥം യോർദാൻ എന്ന് പറയുന്നത് നിന്റെ ലൈഫിനകത്തുള്ള ഒരു തരം ബോണ്ടേജ് ആണ്. ആമേൻ. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്ന് കനാനിൽ കയറി. ഹല്ലേലൂയ. നിന്റെ മുന്നേ നിൽക്കുന്ന യോർദാനെ കടന്ന് നിനക്കൊരു കനാനുണ്ട്, നിനക്കൊരു അനുഗ്രഹമുണ്ട്. ആമേൻ. യോർദാൻ വിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. യേശു മടങ്ങിയതിന്റെ കാര്യം, യേശു എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി? യോർദാൻ കടന്നതിന് ശേഷം നിനക്കൊരു ടെസ്റ്റ് ഉണ്ട്, നിനക്കൊരു പരീക്ഷണമുണ്ട്. പൈശാചിക ശക്തികളാലുള്ളത്, മനുഷ്യരാലുള്ള ചില ടെസ്റ്റുകൾ നീ പാസ്സാകേണ്ടതുണ്ട്. എന്നാൽ പാസ്സാകേണ്ടതിനാണ് നിന്റെ മേൽ ആത്മാവിനെ പകരേണ്ട ആവശ്യകത. ഇന്ന് രാത്രി എനിക്ക് ചിലരോടായി പറയേണ്ടത്, നീ ഇപ്പോൾ യോർദാന്റെ മധ്യത്തിലാണ്, നീ ഇപ്പോൾ യോർദാനകത്താണ് നിൽക്കുന്നത്. ആമേൻ. നീ ഇപ്പോൾ ഒരു പരീക്ഷാഘട്ടത്തിനകത്താണ്. ഇന്ന് രാത്രി നീ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായതുപോലെ ഇന്ന് രാത്രി നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറണമെങ്കിൽ നിനക്ക് എതിരെ വരുന്ന സകല തന്ത്രങ്ങളെയും, നിനക്കെതിരെ വരുന്ന സകല ശക്തികളെയും, നിനക്ക് എതിരെ വരുന്ന സകല ഉടന ഹന്തന പിശാചിന്റെ അവൻ വെല്ലുവിളികളെ തകർക്കുവാൻ അവൻ അധികാരത്തെ പകർന്ന് നീ ജയാളിയായി തീർന്നൊരു സീസൺ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് തുറന്നിടുകയാണ്. എന്നാൽ ഹല്ലേലൂയ യോർദാൻ കണ്ട് പിന്മാറുകയാണെങ്കിൽ നിന്റെ ലൈഫിൽ നിനക്ക് ജയം കാണാൻ കഴിയത്തില്ല. ആമേൻ. ഇന്ന് രാത്രി പ്രിയ ദൈവ പൈതലേ, നിന്നോടായി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മുൻപിൽ യോർദാൻ ഉണ്ടെങ്കിൽ, നിന്റെ മുൻപിൽ പൈശാചിക പരീക്ഷണം ഉണ്ടെങ്കിൽ, നീ ട്രൂ സ്പിരിച്വൽ ലൈഫിനകത്താണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? നിന്റെ ലൈഫിൽ പരീക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നീ യഥാർത്ഥ ആത്മീയ ജീവിതത്തിനകത്ത് അല്ല. ആമേൻ. നീ ഭയങ്കര ഹല്ലേലൂയ സുഭിക്ഷമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, നിനക്കൊരു പ്രശ്നവുമില്ലാതെയാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഞാൻ പറയും നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് എവിടെയോ കുഴപ്പമുണ്ട്. കാരണം പ്രശ്നങ്ങൾ വരാനല്ല ഞാൻ പറയുന്നത്, പ്രശ്നം വരുമ്പോഴാണ് നിന്നിലുള്ള യോദ്ധാവ് പുറത്തു വരുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നിന്നിലുള്ള പോരാളി പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, യേശുവിന്റെ നേരെ പിശാച് പരീക്ഷണങ്ങളെ അടിച്ചുവിടുമ്പോൾ ഹല്ലേലൂയ അവൻ യേശു എങ്ങനെ അതിനെ ജയിച്ചത്? ആമേൻ. താൻ ആദ്യമേ പരിശുദ്ധാത്മാവ് ഇൻഫില്ലിംഗ് ഓഫ് ഹോളി സ്പിരിറ്റോടെ ആമേൻ ആ പരീക്ഷണങ്ങളെ നേരിട്ടു. ചേർന്ന് നിർത്താൻ സ്തുതിക്കാം. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ മുന്നിൽ നിൽക്കുന്ന പരീക്ഷണങ്ങളെ ജയിക്കുവാൻ നീ ഒരു 10 ദിവസം ഒരു ദേവദാസനെ വിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും ആമേ പരീക്ഷണത്തെ ജയിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ അകത്ത് ആത്മാവ് ഇറങ്ങണമെന്ന്. ആമേ. നീ ഒരു പ്രവാചകന്മാരെ ആശ്രയിക്കരുത്. ഒരു ദേവദാസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞോ, സാരമില്ല, പ്രാർത്ഥിച്ചോ. പക്ഷേ അവർക്കൊരു വേ മാത്രമേ നിനക്ക് തുറന്നു തരാൻ കഴിയത്തുള്ളൂ. എന്നാൽ തുറന്നു തരുന്ന വാതിലിന്റെ അകത്ത് സസ്റ്റെയിൻ ചെയ്ത് പ്രാർത്ഥിച്ച് പുറത്തു വരേണ്ട യോദ്ധാവ് നീയാണ്. നിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ പുറത്തു വരണം. നിന്റെ അകത്ത് കിടക്കുന്ന പോരാളി പുറത്തു വരണം. വചനത്തിന്റെ അകത്തൂടെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. യോർദാൻ വിട്ടു മടങ്ങിയ നിന്റെ മുന്നേ നിൽക്കുന്ന പരീക്ഷണങ്ങളെ നിനക്ക് ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നീ മാറണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉപവസിക്കുന്നവരോടൊക്കെ എനിക്ക് പറയേണ്ട കാര്യം, നിങ്ങൾ ഉപവസിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. എത്രമാത്രം ദൈവ സാന്നിധ്യത്തെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയുമോ, എത്രമാത്രം ദൈവകൃപയെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ കഴിയുമോ, അതിന്റെ അകത്ത് അതിനനുസരിച്ച് നിന്റെ മുന്നേ നിൽക്കുന്ന യോർദാന് നിഷ്പ്രയാസം നിനക്ക് ചവിട്ടി അക്കരയ്ക്ക് പോകാൻ കഴിയും.
എത്ര പേർ എന്റെ കൂടെയുണ്ട്? ഇങ്ങനെ യോർദാന്റെ മധ്യത്തിലായിരിക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവനെ കാണിക്കുന്നു, ചില വ്യക്തികളെ കാണിക്കുന്നു. പരീക്ഷണ ഘട്ടത്തിന്റെ അകത്ത് കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടിയതാ? കർത്താവെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടിയതാ? ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നിന്നോട് പരിശുദ്ധാൻ പറയുന്നു, എന്റെ ആത്മാവിനെ നീ ഒന്ന് നിറയുക. എന്റെ ആത്മാവിനാൽ, എന്റെ പരിശുദ്ധ ആത്മാവിനാൽ നീ ഒന്ന് നിറയുക. യോർദാന്റെ തലങ്ങളെ നിനക്ക് മറികടക്കുവാൻ കഴിയും. സാത്താന്യ പരീക്ഷണങ്ങളെ നിനക്ക് മറികടക്കുവാൻ കഴിയുമെന്നാ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട് ആരാധിക്കാമോ? ആമേൻ. ദൂതുകളെ കേട്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ മാത്രം നിങ്ങൾ കൈയടിക്കുന്നവരായി മാറരുത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഏറ്റവും വലിയ പ്രവചനം വചനമാണ്. വചനത്തിന്റെ അകത്തുകൂടുള്ള വിടുതൽ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, വചനം നിങ്ങൾ റെവലേഷനാക്കി ഏറ്റെടുക്കുമ്പോൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവ് നിന്റെ ലൈഫിന്റെ അകത്ത് ഉണ്ടാകും. ഇവിടെ പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ യോർദാൻ വിട്ട് മടങ്ങിയ ഉടനെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. യോർദാൻ വിട്ട് മടങ്ങുമ്പോൾ അടുത്ത് നിനക്കൊരു മരുഭൂമി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ആമൻ. എന്തുകൊണ്ട്? നിന്റെ മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നെ കൊല്ലാനല്ലെന്ന്, മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നെ കുഴിച്ചിടാനല്ല. മരുഭൂമിക്കകത്തുനിന്ന് നിന്നിലോ യോദ്ധാവ് പുറത്തു വരണം. ദൂതാടെ ഞാൻ ഈ പറയുന്നത്. യോർദാൻ കഴിയുമ്പോൾ ആശ്വസിക്കരുതേ ഊഞ്ഞ്. യോർദാൻ കഴിയുമ്പോൾ കഴിഞ്ഞല്ലോ, പ്രശ്നം തീർന്നല്ലോ എന്ന് പറയരുത്. നിനക്ക് മുന്നേ ഒരു മരുഭൂമിയുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ നീ പൊക്കൊണ്ടിരിക്കുന്നത് മരുഭൂമിയിൽ കൂടെയാണ്. എന്തുകൊണ്ട് നിനക്ക് യോർദാൻ നിന്റെ മേൽ വരുന്നു? എന്തുകൊണ്ട് മരുഭൂമി നിന്റെ മേൽ വരുന്നു? നിന്നെ കൊല്ലാനല്ല, നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ കരയിക്കാനല്ല. നിന്റെ അകത്തിരിക്കുന്ന അധികാരി എന്ന യോദ്ധാവ് വെളിയിൽ വരണം. ഒരു മരുഭൂമിയുടെ അനുഭവം നിന്റെ ലൈഫിനകത്ത് ഇല്ലെങ്കിൽ, ഒരു യോർദാന്റെ അനുഭവം നിന്റെ ലൈഫിനകത്ത് ഇല്ലെങ്കിൽ, നിന്റെ അകത്തുള്ള അധികാരി വെളി വരത്തില്ല. എന്ന് നീ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവനായി മാറും, എന്ന് നീ മറ്റുള്ളവരെ പ്രാർത്ഥിക്കുന്നവനായി മാറും. നീ നിരാശനായി പോകും. കാരണം മറ്റുള്ളവരിൽ ആശ്രയിക്കുമ്പോൾ അവരിൽ കൂടെ വരുന്ന ദൈവിക ദൂതുകൾ ഒന്നുപോലെ നിന്റെ ലൈഫിൽ സംഭവിക്കാതിരിക്കുമ്പോൾ നീ നിന്റെ അകത്തുള്ള യോദ്ധാവ്, ഹല്ലേലൂയ, നിയമത്തിന്റെ അകത്ത് ദൈവം പുതിയ നിയമം വരണം. നിന്റെ അകത്തിരിക്കുന്ന യോദ്ധാവ് പുറത്തു വരണം. ോട് എതിരിട്ടത് യേശുവിന്റെ ജഡമനുഷ്യനല്ല, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിരിട്ടത് യേശുവിന്റെ അകത്തിരിക്കുന്ന ആത്മമനുഷ്യനാണ്. നിന്റെ ലൈഫിന്റെ അകത്തൊരു മരുഭൂമി ഉണ്ടെങ്കിൽ, നിന്റെ ലൈഫിന്റെ അകത്തൊരു യോർദാൻ ഉണ്ടെങ്കിൽ, ദൈവ കുഞ്ഞ് നിന്നെ കരയിക്കാനല്ല, നിന്റെ അകത്തിരിക്കുന്ന ആരാധിച്ചോ കേട്ടോ, ആരാധിച്ചോ. ചിലതിന്റെ കെട്ടുകളെ കഴിയുകയാണ്. ഇന്ന് രാത്രി ഈ ദൂതിനെ ഏറ്റെടുത്ത് എത്ര പേർ ആരാധിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിനകത്ത്, അടിസ്ഥാനത്തിന്റെ അകത്ത് വിത്ത് പാകിയിരിക്കുന്ന ചില, അടിസ്ഥാനത്തിനകത്ത് വിത്ത് പാകിയിരിക്കുന്ന ചില അന്ധകാര ശക്തികൾ. സാജൻ ബ്രദറെ പ്രാർത്ഥിച്ച ബഹ്റിൽ നിന്ന് എന്നെ കേൾക്കുന്ന ബ്രദറെ, നിന്റെ ലൈഫിന്റെ അകത്ത് വന്ന സകല ശൂന്യതകളും നഷ്ടപ്പെടുത്തിയ കാലയളവുകൾ, നഷ്ടപ്പെടുത്ത വർഷങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. നീ ഇപ്പോൾ ഒരു മരുഭൂമിക്കകത്താണ്. നീ ഇപ്പോൾ ഒരു ഹല്ലേലൂയ, ഒരു വിൽഡർനെസിന്റെ അകത്താണ്. ഹല്ലേലൂയ. രക്ഷിപ്പാനും സഹായിപ്പാനും ആരുമില്ലാതെ പല മേഖലയ്ക്കകത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തോടുകൂടി ഇന്ന് രാത്രി മീറ്റിംഗിനകത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറയും, നിന്റെ അകത്തിരിക്കുന്ന യോദ്ധാവ് പുറത്തു വരിക, നിന്റെ അകത്തിരിക്കുന്ന യോദ്ധാവ് പുറത്തു വരികയാണ്. ശക്തമായി അന്യഭാഷയിൽ പ്രാർത്ഥിച്ച അതിൽ കറിക്കോ. വരുന്ന 6 മാസങ്ങൾക്കകം നിന്റെ ലൈഫിന്റെ അകത്ത് ഒരു സെലിബ്രേഷൻ വെളിപ്പെടും. പിശാച് അടച്ച ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. ഇസ്മായിലിന്റെ കരച്ചിൽ കേട്ട് ഇസ്മായിലിനും ഹാഗറിനും വേണ്ടി മരുഭൂമിക്കകത്ത് ഒരു ഉറവ തുറന്നെങ്കിൽ സാജൻ ബ്രദറെ, നിനക്ക് വേണ്ടി ഒരു ഉറവ ദൈവം തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ മരുഭൂമിയിലേക്ക് ആത്മാവ് നയിക്കുന്നത്? മരുഭൂമിക്കകത്ത് ഉറവയിരിക്കുന്നത്, മരുഭൂമിക്കകത്ത് നീര് ഉറവയിരിക്കുന്നത്. പ്രിയ ദൈവ പൈതലെ, എല്ലാവരോടും ഞാൻ പറയാ, 60 ഡിവൈസിനകത്തുനിന്ന് എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളോട് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ലൈഫിനകത്ത് മരുഭൂമി വെളിപ്പെട്ട് നിൽക്കുന്നത് ഉറവ അവിടെയാണ്. മരുഭൂമിക്കകത്ത ഉറവയുള്ളതാ. ഹല്ലേലൂയ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മരുഭൂമിയിലേക്ക് നടത്തി. ശുശ്രൂഷകരോട് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, ശുശ്രൂഷിക്കുന്നവരോട് ചർച്ച് മിനിസ്ട്രികളോട് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെല്ലാം പൊളിഞ്ഞു, കർത്താവേ ഇനിയെങ്കിലും ഒന്ന് ശ്വാസം വിടാലോ. എന്നാൽ അടുത്തത് അവ ഒരുക്കും. ഹല്ലേലൂയ. അതൊന്ന് പ്രാർത്ഥിച്ച് ബന്ധനമൊക്കെ അഴിച്ച് അടുത്തൊന്ന് പ്രാർത്ഥിച്ച് നൂന്ന് വരുമ്പോൾ അടുത്തത് അവൻ പ്ലാൻ ചെയ്യും. ഹല്ലേലൂയ. ഇത്
ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു ദിവസം ഇവന്റെ പണി പൂട്ടും, ഉറപ്പാണ്. ആമേൻ. ഇവന്റെ പണി പൂട്ടുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അകത്തിരിക്കുന്ന ആത്മമനുഷ്യ ശക്തിയോടെ ഇവന് എതിരെ യുദ്ധം ചെയ്യാൻ പ്രാപ്തി എന്ന് ദൈവം കാണുമോ, അന്ന് ഇവന്റെ പരിപാടി പൂട്ടും. ഹല്ലേലൂയ. അതുവരെ എന്റെ അകത്തിരിക്കുന്ന യോദ്ധാവിനെ പുറത്തിറക്കുവാൻ ശത്രുവിന്റെ തന്ത്രങ്ങളും പരീക്ഷണങ്ങളും മരുഭൂമിയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആത്മമനുഷ്യൻ ശക്തിപ്പെടണം. ആത്മമനുഷ്യൻ ശക്തിപ്പെട്ടാൽ അവനിനി ഏത് പരിപാടി നിന്റെ മുന്നേ കൊണ്ടിട്ടാലും ആത്മതലത്തിൽ നീ ഒത്തിരി ആമൻ ഹല്ലേലൂയ ഫോക്കസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറും. എന്നെ കേൾക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ തണുപ്പിക്കുന്ന ഒരു ദൂതല്ല പറയുന്നത്, നിങ്ങളുടെ ഭൗതിക കാര്യത്തിന്റെ അകത്തുള്ള ദൂതല്ല പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ ആത്മമനുഷ്യനെ പുറത്തെടുക്കുന്ന കാര്യമാ പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ ആത്മമനുഷ്യനെ ഹല്ലേലൂയ ആമേൻ ശക്തിയോടെ പുറപ്പെടുമ്പോൾ, നിന്റെ ആത്മമനുഷ്യൻ ശക്തിയോടെ പുറത്തു വരുമ്പോൾ നിന്റെ മുന്നേ നിൽക്കുന്ന യോർദാനെ നിനക്ക് നിഷ്പ്രയാസം. റജീന ജോർജ് ആന്റി പ്രാർത്ഥിച്ചോ? നിന്റെ മുന്നേ നിൽക്കുന്ന ഒരു മരുഭൂമിയെ ദൈവാത്മാവ് കാണിക്കുന്നു. വളരെ വേദനയോടെ, കർത്താവേ എന്നെ ആരാണ് സഹായിക്കാൻ വരുന്നത്? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ലേബ്രക്കമന ഒരു വലിയ ലോക്കിനെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ലോക്കിനെ അഴിക്കുകയാണ്. ആ ലോക്കിനെ അഴിച്ച് നിനക്ക് വേണ്ടി ഒരു ഉറവ ദൈവാത്മാവ് തുറക്കുന്നു. ഞാൻ വ്യക്തിപരമായി ചിലരോട് പറയുന്നുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന 62 ഡിവൈസിനോടുമുള്ള ദൂതാണ്. ആമൻ. ഒരു മരുഭൂമി നിന്റെ മുന്നിലുണ്ടോ? ഒരു ചെങ്കടൽ നിന്റെ മുന്നിലുണ്ടോ? അത് നിന്റെ അകത്തിരിക്കുന്ന ഇന്ന് എനിക്ക് പറയേണ്ട പ്രൊഫറ്റിക്കൽ സന്ദേശം ഇതാ. നിന്റെ മുന്നിലുള്ള യോർദാൻ, നിന്റെ മുന്നിലുള്ള മരുഭൂമി, നിന്നിലുള്ള യോദ്ധാവിനെ പുറത്തിറക്കാനാ. ആമേൻ. ഹല്ലേലൂയ. അവൻ ലോകം അറിയപ്പെടുന്ന ഒരു യോദ്ധാവ്, രാജ്യം അറിയപ്പെടുന്ന ഒരു യോദ്ധാവ്. നിന്റെ കാലുകുത്തുമ്പോൾ തന്നെ, നിന്നിൽ ഇരിക്കുന്ന യോദ്ധാവ് ഒരു ദേശത്ത് കാലുകുത്തുമ്പോൾ തന്നെ പൈശാചിക റലങ്ങൾക്ക് മനസ്സിലാകും അവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന തരത്തിൽ നിന്റെ മനുഷ്യനെ ഗ്രോത്ത് ആക്കി അവൻ പുറത്തു കൊണ്ടുവരാനാണ്. നിന്റെ ലൈഫിലെ അവൻ ഓരോ മരുഭൂമികളും, നിന്റെ ലൈഫിനകത്തുള്ള ഓരോ മരുഭൂമികളും, നിന്റെ ലൈഫിനകത്തുള്ള ഓരോ യോർദാനുകളും നിന്റെ അകത്തിരിക്കുന്ന യോദ്ധാവിനെ വളർത്തേണ്ടതാണ്. ഇന്ന് രാത്രി നെഗറ്റീവായിട്ട് എടുക്കുന്ന എല്ലാം മാറി പോസിറ്റീവിലേക്ക് നിന്റെ മൈൻഡ് കൊണ്ടുപോവാ. പല സമയങ്ങളിൽ ചൂളയുടെ അനുഭവങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് കർത്താവ് എനിക്ക് മാത്രം ഇങ്ങനെ? ആമേൻ. പ്രിയ കുഞ്ഞെ, നീ പേടിക്കണ്ട. നിന്റെ ചൂളയ്ക്കകത്തും യേശു ഉണ്ട്. കാരണം ആമേൻ, നിന്നെ അവൻ ഒറ്റയ്ക്കാകത്തില്ല. കാരണം നിറഞ്ഞവനായിട്ട് നിന്നെ അയക്കത്തുള്ളൂ. കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, നിന്റെ ലൈഫിനകത്ത് ഒരു മരുഭൂമി വരുന്നുണ്ടെങ്കിൽ നിന്നെ നിറച്ചിട്ട് അയക്കുന്നേ. യേശു ഇവിടെ എങ്ങനെയാ പോയേ? യേശുവിന്റെ അകത്തുള്ള ആത്മമനുഷ്യൻ നിറഞ്ഞിട്ടാ മരുഭൂമിയിലേക്ക് ആത്മാവ് യേശുവിനെ നടത്തിയത്. അവിടെ നമുക്കറിയാം, സുപരിചിതമാണ്. പിശാച് പല ഘട്ടങ്ങളിലായിട്ട് യേശുവിനെ പരീക്ഷിക്കുന്നുണ്ട്. ആമേൻ, നീ എന്നെ വീട് നമസ്കരിച്ചതെല്ലാം നിനക്ക് തരാം. ആമേൻ, നീ ഇവിടെ നിന്ന് എടുത്ത് താഴോട്ട് ചാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പരീക്ഷണങ്ങൾ അവൻ പിശാച് അവിടെ കൊണ്ടിടുന്നുണ്ട്. എന്നാൽ യേശു അതിനെ ജയിച്ചത് ആത്മാവിലാണ്. ഈ ഗ്രൂപ്പിനോട് എനിക്കിന്ന് രാത്രി പറയേണ്ടത്, ജഡം കൊണ്ട് നീ ജയിക്കാൻ നിൽക്കരുത്. ജഡം കൊണ്ട് നീ ജയിക്കാൻ നിൽക്കരുത്. നിന്റെ കുടുംബത്തിനകത്താകട്ടെ, നിന്റെ ചർച്ചിനകത്താകട്ടെ, ആമേൻ, നിന്റെ ഏത് മേഖലയ്ക്കകത്തും നീ ജഡം കൊണ്ട് ജയിക്കാൻ നിൽക്കരുത്. നീ തോറ്റുപോകും. ഈ ദിവസങ്ങൾ നിന്റെ ലൈഫിനകത്ത് വന്ന പരാജയങ്ങളെല്ലാം നീ ജഡം കൊണ്ട് ജയിച്ചത് കൊണ്ടാണ്. ആമേൻ. നിന്റെ ബുദ്ധി കൊണ്ട് നീ നേരിട്ടത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ മുഴങ്കാല് മടക്കാൻ നീ തയ്യാറാണോ? ആത്മാവിൽ കയറാൻ നീ തയ്യാറാണോ? ആത്മാവിൽ കയറുന്ന ആരുണ്ട്? കർത്താവേ, എനിക്ക് ഇന്ന് മുതൽ ആമേൻ നിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ അകത്ത് ചിലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. അവരോടായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആത്മാവിൽ സഞ്ചരിക്കുന്ന നിനക്ക് വേണ്ടി ഹല്ലേലൂയ ചില ജയങ്ങൾ കാത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, മരുഭൂമിയുടെ അനുഭവത്തിന്റെ അകത്ത് നിനക്ക് ജയകരമായിട്ടൊരു ജീവിതം നയിക്കാൻ കഴിയണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിന്റെ ആത്മ മനുഷ്യൻ വെളിവരണം. അതിന് അമീബ കൂട്ടിരിക്കുക. അമീബയുടെ ചിത്രം കണ്ടുണ്ടോ? ഒത്തിരി ഇങ്ങനെ എന്തുവാ പിള്ളേരുടെ പുസ്തകങ്ങൾ വാങ്ങിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. സയൻസ് പുസ്തകം വാങ്ങിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അതിന്റെ ആകൃതിയൊക്കെ. ഇപ്പൊ അമീബ കൂട്ടിരിക്കുക നമ്മുടെ ആത്മമനുഷ്യൻ. ഇപ്പൊ മൊത്തം ആത്മമനുഷ്യനെക്കാളും വളർന്നിരിക്കുക നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ നിരാശകളും. കർത്താവേ, നിനക്ക് നിന്റെ സമയമാകുമ്പോ ചെയ്. ആമേൻ. അല്ലാതെ എന്ത് പറയാനാ? ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചിട്ടും നിന്റെ സമയത്ത് ചെയ്. ഞാനതാ എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുള്ള ഒരു നിരാശയോടെ ഇന്ന് രാത്രി നീ ഇരിക്കുവാണെങ്കിൽ നിന്നോടാ ദൈവത്തിന്റെ ദൂതൻ, നിന്റെ അകത്തുള്ള യോദ്ധാവ് പുറത്ത് വന്നിട്ടില്ല കുഞ്ഞെ. അതാ നീ പരീക്ഷണത്തിന്റെ അകത്തായി പോകുന്നത്. യേശുവിന്റെ അകത്തുള്ള യോദ്ധാവ് പുറത്തു വരുന്നു. ലാസ്റ്റ് പറയുന്നു, പിന്നെ കുറെ കാലത്തേക്ക് പിശാച് അവനെ തൊട്ടില്ലെന്ന്. ഹല്ലേലൂയ. പിന്നെ നിന്റെ അടുക്ക വരത്തില്ല അവൻ. നിന്റെ അടുക്ക വന്നതാൽ കരിഞ്ഞു പോകും. ഇത് ആത്മബലം. ആമൻ. ഈ റേഞ്ച് കയറത്ത് വളരെ എളുപ്പമല്ല. ആമൻ. എല്ലാ പരീക്ഷകളും പാസ്സാകണം.
സിസ്റ്റർ ഒരു ബ്ലെസ്സിങ്ങിന്റെ ദൂത ഇന്ന് രാത്രി രണ്ടാമത് രാത്രി ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് അത്രയും ഭയങ്കര വിപരീതമായി പോകുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് എന്നോട് ഏൽപ്പിച്ചതാ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. എല്ലാ ദിവസവും നമ്മൾ പ്രോഫസി കേട്ടിരിക്കുന്നവരാ. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ അകത്തുള്ള പ്രോഫസി ഒന്നെങ്കിലും നിറവേറണ്ടേ. അവൻ 50,000 പ്രോഫസികൾ നീ കേട്ടിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു 5 നിറവേറണ്ടേ. ആ 5 നിറവേറണമെങ്കിൽ നിനക്ക് എതിരാ. നോക്കി, ഞാനൊരു കാര്യം, ഒരു ദൂത് പറയാം. ഇസ്രായേൽ മക്കളെ ദൈവം മോശയിൽ കൂടെ വിളിച്ചിറക്കുമ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശം മാത്രമേ പറഞ്ഞുള്ളൂ. ഇടയ്ക്കുള്ള ചെങ്കടൽ പറഞ്ഞില്ല, ഇടയ്ക്കുള്ള ഫറവോന്റെ ശക്തി ഫറവോനിൽ നിന്ന് വരുന്ന പ്രതികൂലം പറഞ്ഞില്ല. കർത്താവ് ഭയങ്കര ബുദ്ധിമാനാ, പറയത്തില്ല എങ്കിൽ ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം പറഞ്ഞില്ല, ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞില്ല, നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾ നിന്നെ ഭക്ഷണം കിട്ടാതെ വലയും അലയേണ്ടി വരും. നിങ്ങൾക്ക് മുന്നേ ഒരു ചെങ്കടലുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ദൈവം പറഞ്ഞില്ല. ദൈവം വളരെ ബുദ്ധിമാനാണ്, നമ്മേക്കാൾ എത്ര ഹൈജീനാ പുള്ളി. ഹല്ലേലൂയ. അതേപോലെ നമുക്ക് വാഗ്ദത്തം പറയുന്നത്, ഈ വാഗ്ദത്തം നേടണമെങ്കിൽ ഈ വാഗ്ദത്തത്തിന്റെ മിഡിലൊരു ട്രാവലിംഗ് ഉണ്ട്. അത് ആർക്കും ഇഷ്ടമല്ല. അവിടെ വരുമ്പോഴാണ് കട്ടായി പോകുന്നത്. ഹലോ, കനാൻ ഉണ്ടെന്നേ, യോർദാൻ കടന്ന അടുത്ത സ്റ്റെപ്പ് കനാനാ. പക്ഷെ യോർദാന്റെ കവിഞ്ഞൊഴുക്ക് നീ എന്ത് ചെയ്യണം? കടക്കണം. യോർദാന്റെ കവിഞ്ഞൊഴുക്കിന്റെ അകത്ത് നീ കടക്കുന്നതാണ് ദൈവം നിന്നെ സല്യൂട്ട് ചെയ്യാൻ പോകും. ദൈവം സല്യൂട്ട് ചെയ്യും. ഹല്ലേലൂയ. ആ യവൻ ചുണക്കുട്ടനാ. യവൻ എല്ലാ പ്രതിബന്ധങ്ങളെയും ഒരു ചുണക്കുട്ടനെ നമ്മൾ ബൈബിളിനകത്ത് വായിക്കുന്നു. ഏലിയാവ് എലീശയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏലിയാവിന് ഇരട്ടി പങ്ക് പ്രാപിക്കുന്നവരെ യവൻ കണ്ണ് തുറന്ന് തന്നെ ഇരുന്നു, അവ ഉറങ്ങാതിരുന്നു. യോർദാൻ കടന്നു, അത് കടന്നു. ഇത് ഏലിയാവ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അതിനനുസരിച്ച് എലീശ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ആകണമെന്ന് എന്നുവെച്ചാല് ഓരോ സ്റ്റെപ്പ് പോലും ചില സമയങ്ങളിൽ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ചിലതിന്റെ അകത്ത് 1, 2, 3 പ്രാർത്ഥന ശരിയാവത്തില്ല. ചിലത് നമ്മൾ വാച്ച് ആൻഡ് പ്രേ, ഫോക്കസ്ഡ് ആയിട്ട് പ്രയർ ചെയ്യണം. 2 കാര്യങ്ങൾ 10 മിനിറ്റ് പ്രാവശ്യം നടന്നു, പക്ഷെ ഈ കാര്യം നടക്കുന്നില്ലല്ലോ. അതിനർത്ഥം മനസ്സിലാക്കണം, ആ കാര്യത്തിനകത്ത് 10 മിനിറ്റുള്ള പ്രാർത്ഥന പോരാ. അതിന്റെ പുറകെ നിൽക്കുന്ന ചില സ്ട്രോങ് ഹോൾസുകൾ ഉണ്ട്, അതിന്റെ പുറകെ നിൽക്കുന്ന ചില ചെങ്കടലുകൾ ഉണ്ട്, അതിന്റെ പുറകെ നിൽക്കുന്ന ചില യോർദാന്റെ അനുഭവം ഉണ്ട്. അത് പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞാൽ മാത്രം നിനക്കത് പിടിക്കാൻ പറ്റും. അല്ലാതെ നീ കണ്ട പാസ്റ്റർമാരെയും മദർമാരെയും എല്ലാം നീ കുറ്റപ്പെടുത്തും. കാരണം ഇന്ന ദിവസം ഇത്രാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് എന്റെ ലൈഫിൽ വാഗ്ദത്തം നടന്നില്ല. ആ ദേവദാസനെ സിസ്റ്റർ ഇനി വിളിക്കരുത്, പ്രവചനം ഭയങ്കര പൊള്ളത്തരവ കള്ളവ, ഇനി വിളിക്കരുത് എന്ന് നമ്മൾ പറയും. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള ഗുണ്ടൻസ് ഞാൻ പറഞ്ഞു തരാം, നീ ആത്മാവിൽ നിറയാത്തോണ്ട. ഹല്ലേലൂയ. അവൻ പറഞ്ഞു വെച്ച് 1-2 ദിവസം നിറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ലൈഫിന്റെ അകത്ത് ആത്മാവ് നിറയുന്നത് സസ്റ്റെയിൻ ആയിരിക്കണം. അവൻ ഏത് സമയത്ത് നീ നിന്റെ പ്രതികൂലത്തെ അല്ല, ഞാൻ എന്റെ അനുഭവം കേട്ടോ പറയുന്നത്, എന്റെ അനുഭവം അല്ലാതെ ഞാൻ ഒന്നും ഇതിനകത്ത് പറയത്തില്ല. അവൻ പല മേഖലയ്ക്കകത്തും ആത്മാവ് ചിലതിനെ നേരിട്ടപ്പോഴാണ് എനിക്ക് വിജയത്തെ കാണാൻ കഴിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, നീ കേവലം മനുഷ്യനാകരുതെന്ന്. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? നീ പച്ച മനുഷ്യനാകരുത്, നീ ആകേണ്ടത് ആത്മമനുഷ്യനാ. നീ പച്ച മനുഷ്യനിൽ നിന്നും ആത്മ മനുഷ്യനിലേക്ക് നിനക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരണം. എങ്കിലേ നിനക്ക് യോർദാൻ കടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് യോർദാൻ കടക്കാൻ പറ്റത്തില്ല, നീ തോറ്റു പോകും. ഇന്ന് നമ്മൾ തോൽവിയുടെ വക്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയാം, ഇന്ന് നീ പച്ച മനുഷ്യനായോണ്ടാ. ഹലോ, പച്ച മനുഷ്യൻ. ഒരു 50,000 രൂപയുടെ ആവശ്യമുണ്ട്. നമ്മൾ എന്താ പറയാ, കർത്താവേ എന്റെ നാമത്തിന് വേണ്ടി ഒത്തിരി ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷെ എന്റെ കാര്യം നടക്കുന്നില്ല. ഇതാ പച്ച മനുഷ്യൻ. പക്ഷെ ആത്മമനുഷ്യൻ പറയുക, ഇല്ല, കർത്താവ് തുറക്കും, ഇന്ന ദിവസം ഇത്രാം തീയതി, അതാ ഉറപ്പ്. ആ സാധനം ദൈവത്തിൽ നമുക്ക് കിട്ടണം, ആ ഉറപ്പ് ദൈവത്തിൽ നിന്ന് കിട്ടണം. പാടാ, ഇച്ചിരി പാടുള്ള കേസാ. പക്ഷേ ആത്മാവ് നിറയും തോറും നമ്മളൊരു ആത്മ മനുഷ്യനായി ട്രാൻസ്ഫോർമേഷൻ ആയിക്കൊണ്ടിരിക്കും. ഇവിടെ പിശാചിനെ യേശു നേരിട്ടത് യേശുവിന്റെ അകത്തുള്ള ആത്മ മനുഷ്യനാണ്. ഞാൻ ഒത്തിരി ദൂതുകളൊന്നും വാഗ്ദത്ത മീൻസ് പ്രൊഫസികളൊന്നും ദൈവാത്മാവ് എനിക്ക് തരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ നിർവാഹമില്ല. വചനത്തിന്റെ അകത്തുകൂടെ ഇന്ന് ചിലതിനെ തൊട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പച്ച മനുഷ്യനിൽ നിന്നും ആത്മ മനുഷ്യനിലേക്ക് നിനക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. ഓക്കെ, ഞാൻ 2 രാജാക്കന്മാരുടെ നമ്മുടെ പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നു. ആഹാബിന്റെ മുന്നേ പോയി ഏലിയാവ് പറയുക, മനുഷ്യനായിട്ടല്ല പറയുന്ന, ആത്മ മനുഷ്യനകത്തുനിന്ന് വന്നിട്ട് പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ചുമ്മാ കിടക്കുന്നവനെ നോണ്ടിയിട്ട് പോവുക പുള്ളി. ഹലോ, ഇങ്ങനെ ചില റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കാൻ ആരുണ്ട്? നമ്മൾ പറയും, അയ്യോ ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്യട്ടെ, ശുശ്രൂഷയായാലും എന്തോ ആയിരുന്നാലും ദൈവം ചെയ്യട്ടെ. നോക്കി, ഞാനൊരു ദൂത് പറയാം. ആഹാബിന്റെ മുൻപിൽ ആഹാബിനെ ഒന്ന് കിണ്ടിയപ്പോഴാണ് ഏലിയാവിന് ദൈവം പ്രൊവിഷൻ തുറന്നത്. അതുവരെ ദൈവം തുറന്നില്ല. പച്ച മനുഷ്യനിൽ നിന്നും ആത്മ മനുഷ്യനിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ. ചുമ്മാ നിന്ന് ആഹാബിനോട് ഏലിയ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞ മഴ ഉണ്ടാകത്തില്ല. ആഹാബ് പറയും, ചുമ്മാ ഇന്ന് നമ്മളെ ഇളക്കം വന്നു. ഇതിന് മുന്നേ ഒത്തിരി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു ഏലിയാവ് വരുക. ഏലിയാവ് എന്ത് ചെയ്തു? ആ ദൂത് പറഞ്ഞവൻ നെക്സ്റ്റ് പ്രൊവിഷൻ ദൈവം തുറക്കും. കരിയത്തിൽ നിനക്ക് തോട്ടിനകത്ത് വെള്ളമുണ്ട്, ഒരു കാക്ക ഞാൻ അയക്കും. ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാം, പിന്നെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്ന ആത്മ മനുഷ്യന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കണം.
അയ്യോ സിസ്റ്റർ ഭൂതത്തിന് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ടുപോയി. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി ഞാൻ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമല്ല. ഞാൻ എന്റെ ബീനാൻറ്റി ഞാൻ ഒത്തിരി വട്ടം തീരുമാനം എടുത്തിട്ടുള്ള ഞാൻ ഈ ഡെലിവറൻസ് മിനിസ്ട്രി ഞാൻ ഇനി ചെയ്യയില്ല. കാര്യം ഡെലിവറൻസ് മിനിസ്ട്രി ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കി അറിയാൻ പറ്റും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ആമേൻ. ഈ തീരുമാനം ഇല്ലെങ്കിൽ പിന്നെ അതും പോയി. തീരുമാനം ഇല്ലെങ്കിൽ പിന്നെ ഉള്ളവന്മാരെല്ലാം ഇങ്ങോട്ട് നെഞ്ചത്തോട്ട് ഇങ്ങ് വരും. നമ്മളെ തൊടത്തില്ല. എന്തിനാ വന്നെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, വല്ല മിനിസ്ട്രി വല്ല പ്രൊഫസി മിനിസ്ട്രി ചെയ്ത് ഞാൻ ഈ വർഷം ഞാൻ ചർച്ച് മിനിസ്ട്രി ചെയ്യുന്നത് ചോദിച്ചു നോക്കി അറിയാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു മൂലയ്ക്കായിട്ട് ഒന്നിക്കൊള്ളാം കർത്താവ്. പക്ഷെ കൊണ്ടുവരുന്ന എല്ലാം പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് ചെയ്യാൻ പറ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. നമ്മുടെ മുന്നേ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെട്ടിയിട്ടേ വിടത്തുള്ളൂ. നമ്മൾ പിന്നെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അപ്പൊ അവിടെ സ്റ്റോപ്പ് ആവും. നമ്മുടെ മുന്നേ ഇരുന്നുകൊണ്ട് ഒരുത്തൻ ചിരിച്ചു കാണിച്ചാൽ അവനെ നമ്മൾ വിടുവോ പാസ്റ്റർ ബിജോയ് പാസ്റ്റർ? വെട്ടി നമ്മൾ തൂത്തെറിയണം. ഹല്ലേലൂയ. ആഹാബിന്റെ മുന്നേ പോയി ഏലിയാവ് പറയുക, ചുമ്മാ എന്ന് ആഹാബിനോട് പറയുക വെട്ടാൻ പോവാണ്. അതിന് ഞാൻ പറയണ്ടേ, നീ അല്ലേ ഇവിടത്തെ അധികാരി, ഭരിച്ചോണ്ടിരിക്കുന്ന അവനെതിരെ പോയി ഏലിയാവ് പോയി പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴ ഇവിടെ ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു ആത്മ മനുഷ്യൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എനിക്ക് പറയേണ്ട ഒരു കാര്യം, ആത്മ മനുഷ്യനിലേക്ക്, പച്ച മനുഷ്യനിൽ നിന്നും ആത്മ മനുഷ്യനിലേക്ക് നിനക്കൊരു ട്രാൻസ്ഫർമേഷൻ വേണം. അതിന് നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കണം. ആമേൻ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിന്റെ അകത്ത് സമയമില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് പറയുന്നു, ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ യോർദാനിൽ ചവിട്ടി കരകവിഞ്ഞൊഴുകി. എന്നാൽ അടുത്ത സ്റ്റെപ്പ് കനാനായിരുന്നു. ആമേൻ. ആമേൻ. അതിന്റെ അകത്ത് പെട്ടകവും കൊണ്ടുപോയി ചുമന്നുകൊണ്ട് യോർദാന്റെ കരകവിഞ്ഞൊഴുക്കിനെ അവര് ഹല്ലേലൂയ അടുത്ത സ്റ്റെപ്പ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. യോർദാൻ ഉണ്ട് മുന്നേ. യോർദാനിൽ കാല് വെച്ചപ്പോ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ദൈവം അവർക്ക് ഉണങ്ങിയ നിലത്തെ തുറന്നു. ഉണങ്ങിയ നിലത്തുകൂടെ പോയി കനാനിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. എന്നിട്ടും ചിലതിന്റെ പിറുപിറുപ്പ് മാറിയില്ല. നമ്മളും അങ്ങനെ എത്ര അനുഗ്രഹം തന്നിരുന്നാലും നമുക്കുള്ള പിറുപിറുപ്പുകളൊന്നും മാറത്തില്ല. 10 ചെയ്തിട്ട് 1 ദൈവം ഇച്ചിരി താമസിച്ചു കഴിഞ്ഞാൽ പറയും, നേരത്തെ പോയതുപോലെയൊക്കെ പോയാൽ മതിയായിരുന്നു. ഈ ഞാൻ ദൂതാട്ടോ പറയുന്നത്, ഞാൻ തൊട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ നാണം കെടണ്ട, അതുകൊണ്ട് ഞാൻ തൊട്ട് പറയുന്നില്ല. മാനസാന്തരപ്പെട്ടോണം, ഇന്ന് ഗുണപ്പെട്ടോണം. നമ്മളിങ്ങനെ പണ്ടത്തെ മേഖലയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് കർത്താവേ, അവിടെയൊക്കെ ചുറ്റുള്ളിയുണ്ട്, മല്ലിയുണ്ട്, മുളകുണ്ട്, എല്ലാ ആനുകൂല്യങ്ങളുണ്ട്. പക്ഷെ ക്രിസ്ത്യാനിയിലോട്ട് വന്നപ്പോ അരിയില്ല, പയറുമില്ല, ഒന്നുമില്ല. മൊത്തം കഷ്ടതയാ. പിറുപിറുപ്പുകളെ ദൈവം ശാസിക്കുക ഇന്ന് രാത്രി. നിന്റെ ലൈഫ് ഇന്ന് ഈ പച്ച മനുഷ്യനാകാതെ ആത്മ മനുഷ്യനാകും. നിന്റെ ലൈഫിന്റെ അകത്ത് കിച്ചണകത്ത് ഒന്നുമില്ല. ആത്മ മനുഷ്യനായി കയറി കൽപ്പിക്കുക. ആത്മ മനുഷ്യനായി കയറി കൽപ്പിക്കുക. നിന്റെ ചർച്ചിൽ വിശ്വാസികളില്ലേ, കയറി കൽപ്പിക്കുക ആത്മ മനുഷ്യനായിട്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ട്രാൻസ്ഫോം ചെയ്യുകയാണ്. എനിക്ക് മനസ്സിലാവുന്ന കാര്യം, വചനത്തിന്റെ അകത്തുനിന്ന് ചിലതിനെ ദൈവം തൊടുന്നുണ്ട്. ഹല്ലേലൂയ. പിറുപിറുപ്പുകളെ ദൈവത്തിന്റെ ആത്മാവ് സൗഖ്യമാക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം എന്നെ പറയാൻ ഏൽപ്പിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കറിയാം, ഒന്നും കൂടുതലും പറയത്തില്ല, കുറവും പറയത്തില്ല. ദൈവം എന്താണ് പറയുന്നത് അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ആകും. 10 മിനിറ്റ് കൂടുതൽ എടുക്കണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൽ ചിരിച്ചു. കാരണം എന്റെ മെസ്സേജ് എത്രയാന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. കാര്യം കറക്റ്റ് ടൈം തന്നെയാണ് നിങ്ങളടുത്ത് എന്റെ മെസ്സേജ് തീരേണ്ട സമയമായി. ഹല്ലേലൂയ. ആമേൻ. യേശു യോർദാൻ വിട്ടു മടങ്ങി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. പിന്നെയുള്ള പരീക്ഷണങ്ങളെല്ലാം യേശു ജയിച്ചത് ആത്മ മനുഷ്യനിലാണ്. യേശുവിന്റെ അകത്ത് ആത്മാവ് നിറഞ്ഞപ്പോൾ ആത്മ മനുഷ്യൻ ഇറങ്ങി. ഓരോരോ ഉരുളയ്ക്കുപ്പേരിയായിട്ട് യേശു മറുപടി കൊടുക്കുക. നിന്റെ ദൈവമായ യഹോവ മാത്രം നീ ആരാധിക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ അവിടെ 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വം നിനക്ക് തരാം, അത് എങ്കലേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. വലിയ ഹീറോയിസം കാണിക്കും. യേശു പറഞ്ഞു, നീ എന്നെ നമസ്കരിച്ച അതെല്ലാം നിന്റേതാകുമെന്ന് പറഞ്ഞു. യേശു നിന്റെ ദൈവമായി കർത്താവ് നമസ്കരിച്ച അവനെ മാത്രം ആരാധിക്കും. പോടാ നിന്റെ പണി നോക്കി. അധികാരം ഇറങ്ങുക ഇങ്ങോട്ട്. നിങ്ങൾ ഭാവന കാണുക. അതൊക്കെ നമ്മൾ വായിച്ച് വെറുതെ വിടുന്ന വചനങ്ങളാ. നമ്മളൊരു പിന്നെ നിങ്ങൾ മൊബൈലിനകത്ത് സീരിയൽ കാണുന്നതിനേക്കാൾ ഇതൊരു സീരിയലായിട്ട് നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഒരു സീരിയൽ രൂപേണ നിങ്ങൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എൻജോയ്മെന്റ് ആയിരിക്കും. കാരണം യേശു പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ. ആ കോൺവെർസേഷന്റെ അകത്തെല്ലാം പവർഫുള്ളാണ്. പിന്നെ അവൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, പിശാച് പറഞ്ഞു, നീ കല്ലിനോട് നീ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അടുത്ത 4-ാമത്തെ വാക്യത്തിൽ യേശു അവനോട് പറയുന്ന ഒരൊറ്റ ആത്മമനുഷ്യൻ, യേശുവിന്റെ അകത്തുള്ള ആത്മമനുഷ്യൻ എഴുന്നേറ്റ് പറയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നു. അവൻ അവിടെ ചൂളി. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾ പറയുക, നമ്മളോട് പറയുക, പിശാച് പറയൂ, ഈ കല്ലിനോട് നീ അപ്പമായി തീരുവാൻ കൽപ്പിക്കാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന് കരയും. അടുത്ത പ്രവാചകനെ വിളിക്കും. ഈ പിശാച് ഇത് പറയുക കേട്ടോ, കെട്ടിനഴിക്കാൻ പറ്റുമോ? കെട്ടിനഴിക്കാൻ നല്ല പാസ്റ്റർമാരുണ്ട്. അയ്യോ എനിക്കറിയാം, ഒത്തിരി പേര് എനിക്കറിയാം. എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റർ കെട്ടിനഴിക്കുന്ന പാസ്റ്റർമാർ, ഇവർക്ക് എന്താ ജോലി? പാസ്റ്റർമാർക്ക് കെട്ടിനഴിക്കുവാണോ ജോലി? ഇവർക്ക് എന്താ ജോലി? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പറയുന്നു,
ആമേൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന എല്ലാവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് പറയുന്നു, ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവ മക്കളുടെ അധികാരം അഴിക്കാൻ ആമേൻ വിശ്വാസി പാസ്റ്റർ എന്നില്ല എല്ലാവർക്കും ദൈവം അധികാരം കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. കെട്ടിൽ അഴിക്കുന്ന പാസ്റ്റർമാരെ തേടി പോകുന്നവരെല്ലാം ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. ഇന്ന് രാത്രി പറയുന്ന നിന്റെ അകത്തുള്ള ആത്മമനുഷ്യൻ എഴുന്നേക്കണം. യേശുവിന്റെ അകത്തുള്ള ആത്മമനുഷ്യൻ എഴുന്നേറ്റിട്ട് പറയുവാണ്, ഹല്ലേലൂയ. അവിടെ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന എഴുതിയിരിക്കുന്നു, വചനം കൊണ്ട് യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അവൻ ആൻസർ പറയാനുണ്ടോ? ഹലോ, കരഞ്ഞും വിലപിച്ച് ഈ ഉരുളയ്ക്ക് ഉപ്പേരിയായിട്ട് പിശാചിനെതിരെ മറുപടികൾ എടുത്ത് വിതറ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമൻ നിന്റെ ഡിപ്പെൻഡിങ് എല്ലാം അവസാനിക്കട്ടെ. ആമൻ, എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. പച്ച മനുഷ്യനേക്ക് നിനക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവണം. നമ്പർ 2, മരുഭൂമിയും ആമൻ യോർദാനും നിനക്ക് വരുന്ന നിന്റെ അകത്തുള്ള യോദ്ധാവിനെ പുറത്തെടുക്കാനാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ മെസ്സേജ് എനിക്കറിയാം. ഈ മെസ്സേജ് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ആമൻ കർത്താവിന്റെ ആത്മാവിന് പറയുന്നു 7 എന്ന് പറയുന്ന ഒരു ഡേ, ഒരു സംഖ്യ കാണിക്കുന്നു. വീക്ക് 7 ഒരാഴ്ച 7 ഡേയ്സ്. ഒരു വീക്കിനകത്ത് ഈ മെസ്സേജിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടും. നീ ഒരു മനുഷ്യനാണ്. നീ ചിലത് ആത്മാവിൽ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മാവിൽ നീ പറയുമ്പോൾ ചിലത് സംഭവിക്കും. ആമേൻ. എത്ര വിശ്വസിക്കുന്ന കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി. ആമൻ, ഈ വചനത്തിന്റെ ജീവനും ആത്മാവും ഈ കർത്താവെ ആമൻ ഹല്ലേലൂയ ഗ്രൂപ്പിനകത്തിരിക്കുന്ന മുഴുവൻ ജനത്തിലേക്ക് ഞാൻ ഇപ്പോൾ പകർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ അറിയുന്നു ഈ മെസ്സേജ് നീ എനിക്ക് തന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്തുള്ള സകല വാഗ്ദത്തങ്ങളും സകല ബോണ്ടേജുകളും എന്നോട് പരിശുദ്ധാൻ പറയുന്നു, യോർദാൻ എന്ന് പറയുന്നൊരു ബൗണ്ടറിയാണ്. ഞാൻ അത് ആദ്യത്തെ മീറ്റിംഗിന്റെ ആദ്യം പറഞ്ഞത്, ചിലതിന്റെ ബൗണ്ടറികളെ ദൈവം ഭേദിപ്പിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ യോർദാന്റെ ബൗണ്ടറികൾ കടന്ന് നീ കനാനിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ നീ ആത്മാവ് നിറഞ്ഞ ഒരു ആത്മമനുഷ്യനായി മാറണം. കർത്താവെ, ഈ ദൂതിനെ ഞാൻ ഈ ജനത്തിലേക്ക് ഡിക്ലെയർ ചെയ്യുന്നു, സഭകളിലേക്ക് ഡിക്ലെയർ ചെയ്യുന്നു, ജീവിതങ്ങളിലേക്ക് ഡിക്ലെയർ ചെയ്യുന്നു. സ്വർഗം ചെയ്യാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം ഇതൊരു എന്തുവാ ഒരു ബോംബ. ഇന്ന് രാത്രി ദൈവം നമ്മൾ സംസാരിച്ചൊരു ബോംബ. ഇത് പൊട്ടണം. ഇത് പൊട്ടിയാൽ നിങ്ങളെ പിടിച്ചാൽ നിൽക്കത്തില്ല. നിങ്ങൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാകും. നിങ്ങൾ ലോകത്തെ, എനിക്കറിയത്തില്ല, ഞാൻ ഇമാതിരി ഒരു മെസ്സേജ് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടില്ല. എന്റെ മെസ്സേജുകൾ കേൾക്കുന്നവർ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് പുതിയതായി, ഇത് റേമയ, നിങ്ങളുടെ ഗ്രേസ് പ്രയറിനോടുള്ള ദൈവത്തിന്റെ ഫേവറാണ്. ഇതിന്റെ പ്രവൃത്തി സംഭവിക്കും. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആന്റിയോടുള്ള പ്രത്യേക നന്ദി, കുടുംബത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അജയ് അങ്കിളിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.